ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാനൊരു എൻ്റെ ചെടിയുടെ മൂട്ടിൽ കള പോലെ നിന്ന കുറച്ച് കള നിപ്പുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അത് കളയല്ല, മുടി വളരാനുള്ള ഔഷധ സസ്യമാണ്. നമ്മൾ തേടി തേടി അലഞ്ഞാലും നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇത് എൻ്റെ ചെടിച്ചട്ടിയിൽ നിന്നപ്പോൾ എനിക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വിട്ട് വെച്ചതാണ്. ഇതിൻ്റെ പേര് പൂവാങ്കുരുന്ന്. കണ്ടോ, അതിൻ്റെ പൂ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ പൂ ഇരിക്കുന്നത്. എല്ലാവരും കണ്ടു കാണാം, പക്ഷേ ഈ ചെടി എന്താണെന്ന് അറിയില്ല. അതാണ് ഇത്, ആർക്കും പെട്ടെന്ന് അറിയില്ല. പേര് പൂവാങ്കുരുന്ന്, എണ്ണ കാച്ചാനുള്ളത് പൂവാങ്കുരുന്ന്, കൈതോന്നി, കീഴാനെല്ലി ഇങ്ങനെ കേട്ട് കാണും. പക്ഷേ ഇതാണ് പൂവാങ്കുരുന്ന്, ശരിക്കുള്ള പൂവാങ്കുരുന്ന് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇത് കൈതോന്നി കണ്ടോ, വയലിലൊക്കെ കാണും. അതിൻ്റെ കൈതോന്നി വെള്ളപ്പൂവാണ് കണ്ടോ, അതിൻ്റെ വെള്ളപ്പൂവ്, അതിൻ്റെ വിത്ത് ഇതുപോലെ ഇരിക്കും കണ്ടോ, അതിൻ്റെ വിത്ത് കമ്മൽ പോലെ ഇരിക്കും കണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? കാണുമ്പോഴേനി എടുക്കാൻ പറ്റുമല്ലോ. ഇതാണെങ്കിൽ കീഴാനെല്ലിയുടെ കറുത്ത കീഴാനെല്ലി, ഇതാണ് ഏറ്റവും ഗുണമുള്ളത്. ഇതിൻ്റെ വെള്ളയുണ്ട്, പക്ഷേ വെള്ള ഇതാ നരച്ച് നിൽക്കണം. ഇത് വെള്ളയാണ്, പക്ഷെ ഭയങ്കര ഔഷധ ഗുണമുള്ളതാണ്. ഇത് ഇപ്പോൾ 3 പച്ചില പറഞ്ഞാണ്: പൂവാങ്കുരുന്നും, കൈതോന്നി, കീഴാനെല്ലി. ഇതിൻ്റെ കൂടെ ചെമ്പരത്തിയുടെ പൂവ്, ചെമ്പരത്തിയുടെ ഇല, ഇതും കൂടെ ചേർത്ത് നല്ലപോലെ അരച്ച് ചാറെടുത്തിട്ട് ആ ചാറിൻ്റെ കൂടെ സമം തേങ്ങാപ്പാൽ എടുത്തിട്ട് രണ്ടും കൂടെ അരിച്ച് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറു തീയിൽ വെച്ച് കായ്ച്ച് വറ്റിച്ച് എണ്ണയാക്കി എടുക്കണം. എണ്ണ എടുക്കുമ്പോഴെങ്ങനെയെന്ന് വെച്ചാൽ അതിൽ നമ്മൾ വെള്ളമെല്ലാം ഒരു പൊട്ടി കാണും, പൊട്ടിത്തെറിച്ച പോലെ ഇരിക്കുക. അത് മാറിയിട്ട് നമ്മൾ ഒരു പീസ് കറിവേപ്പിലയോ ഇല്ലെങ്കിൽ ജീരകമോ ഇട്ടാൽ അത് അങ്ങനെ പൊരിഞ്ഞ് വരും. ആ പരുവത്തിൽ ഇറക്കി വെച്ചിട്ട് നമ്മൾ തണുത്തതിന് ശേഷം കുപ്പിയിലാക്കി വെച്ചിട്ട് ഡെയിലി തേച്ച് കഴിഞ്ഞാൽ നല്ല നീളത്തിൽ മുടി വളരുകയും ചെയ്യും, ഇഷ്ടംപോലെ മുടി വരും. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.